അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലീം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തജ്വീദിൻ്റെ 14ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുർ റാബിഉ അശറ അൽ ഹാ. അറബി പദങ്ങളുടെ അന്ത്യാക്ഷരമായി വരുന്ന ഹാ മൂന്നിനമാകുന്നു. 1 ലമീറിൻ്റെ ഹാ, 2 തഅനീസിൻ്റെ ഹാ, 3 സക്കത്തയുടെ ഹാ. ഈ 3 ഇനം ഹായിലും വഖഫ് ചെയ്യുമ്പോൾ നീട്ടാതെ സുക്കൂൻ കൊണ്ട് നിർത്തണം. ചേർത്ത് ഓതുമ്പോൾ ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പിലും പിറകിലും ഹറക്കത്ത് ഉണ്ടെങ്കിൽ 2 ഹറക്കത്ത്, അതായത് 1 അലിഫ് നീട്ടി ഓതണം. മുമ്പിലോ പിറകിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല. പിറകെയുള്ള അക്ഷരം ഹറക്കത്തുള്ള ഹംസ ആണെങ്കിൽ 7 ഹർക്കത്ത്, അതായത് 3.5 അലിഫ് വരെ നീട്ടാം. ഉദാഹരണം നോക്കിയേ. ചേർത്ത് ഓതുമ്പോൾ ലമീറിൻ്റെ ഹാഇൻ്റെ മുമ്പിലും പിറകിലും ഹർക്കത്ത് ഉണ്ടെങ്കിൽ 2 ഹർക്കത്ത് നീട്ടി ഓതണം എന്ന് പറഞ്ഞല്ലോ. മുമ്പിലും പിറകിലും ഹർക്കത്ത് ഉള്ളത് എങ്ങനെയാണ് ഓതുന്നതെന്ന് നോക്കൂ. ലഹു മുൽക്കു, ലഹു മുൽക്കു, ബിയദിഹി മലകൂതു, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഫവസത്ന ബിഹി ജംആ. കണ്ടോ എങ്ങനെ ഓതുന്നതെന്ന്? 1 അലിഫ് നീട്ടി ഓതാൻ കഴിയും അല്ലേ, മുൻപിലും പിറകിലും ഹറക്കത്ത് ഉണ്ടെങ്കിൽ. അതായത് ഹാഇൻ്റെ മുൻപിലുള്ള അക്ഷരത്തിന് ഫതഹ ചിഹ്നമുണ്ട്, ശേഷമുള്ള അക്ഷരത്തിന് ലമ്മ ചിഹ്നമുണ്ട്. ഇവിടെ നോക്ക്, ഹാഇൻ്റെ മുൻപിലുള്ള അക്ഷരത്തിന് കിസറ ചിഹ്നമുണ്ട്, പിറകിലുള്ള അക്ഷരത്തിന് ഫതഹ ചിഹ്നവും ഉണ്ട്. അപ്പോൾ ഹറക്കത്തുണ്ടെങ്കിൽ 1 അലിഫ് നീട്ടാം. ഇനി മുമ്പിലോ പിറകിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല. മുൻപിലോ പിറകിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ലഹുൽ മുൽക്കു, ഈ ഹാഇൻ്റെ മുൻപിൽ സുക്കൂനില്ല, പക്ഷേ പിറകിൽ സുക്കൂൻ വരുന്നുണ്ട്. ലഹുൽ മുൽക്കു നീട്ടാതെ ഓതണം. അൻഹു തലഹ, മുൻപിൽ സുക്കൂൻ വന്നു അല്ലേ. അല അബ്ദിഹിൽ കിതാബ്, അബ്ദിഹി കഴിഞ്ഞിട്ട് സുക്കൂൻ വന്നു, അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല. ഇനി നോക്കി, പിറകെയുള്ള അക്ഷരം ഹർക്കത്തുള്ള ഹംസ ആണെങ്കിൽ 7 ഹർക്കത്ത്, അതായത് 3.5 അലിഫ് വരെ നീട്ടാം. ഇൻദഹു ഇല്ലാ, ഇലാ ഖൗമിഹി അൻ അൻസിർ, ലഹു അജ്റുൻ. മനസ്സിലായോ എങ്ങനെയാണ് നീട്ടുന്നതെന്ന്? ഇൻദഹു ഇല്ലാ, ഇലാ ഖൗമിഹി അൻ അൻസിർ, ലഹു അജ്റുൻ. തൻബീഹ്. സൂറത്തുൽ ഫുർഖാനിൽ ഫീഹി മുഹാനൻ എന്നതിലെ നീട്ടും സൂറത്തു സുമറിലെ യർലഹു ലക്കും എന്നതിലെ നീട്ടുമാണിത്. സൂറത്തുൽ ഫുർഖാനിൽ ഫീഹി മുഹാനൻ എന്നതിൽ നീട്ടിയും സൂറത്തു സുമറിലെ യർലഹു ലക്കും എന്നതിൽ നീട്ടാതെയുമാണ് ഓതേണ്ടത്. അപ്പോൾ ഫുർഖാനിൽ ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത്? ഫീഹി മുഹാന, കണ്ടോ, അങ്ങനെ വേണം ഓതാൻ. ഇനി യർലഹു ലക്കും എന്നുള്ളത് നീട്ട് വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. ഇനി തഅനീസിൻ്റെ ഹാ 2 പുള്ളിയുള്ളതാണ്. ചേർത്ത് ഓതുമ്പോൾ താ ആയും വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയും ഉച്ചരിക്കും. ഹാത്ത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു കുഞ്ഞു പൂജ്യം കണക്ക് വന്നിട്ട് അതിന് മുകളിൽ 2 കുത്തു വരത്തില്ലേ? അത് ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ ത ആയിട്ടും നിർത്തി ഓതുകയാണെങ്കിൽ ഹ ആയിട്ടുമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഉദാഹരണം നോക്കിയേ. ഇന്ന ഫീ ദാലിക ലി അബ്റ,
ഇങ്ങനെ നിർത്തും. അബറ അബറ എന്ന് നിർത്തുമ്പോൾ ഹ സൗണ്ടാണ് ലാസ്റ്റ് വരുന്നത്. അടുത്തത് ഖൈറുൽ ബരിയ നാറുൻ ഹാമിയ. കണ്ടോ? ഇനി സക്തയുടെ ഹ സുക്കൂനുള്ളതാണ്. വഖഫ് ചെയ്യുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും സുക്കൂൻ കൊണ്ട് തന്നെ ഉച്ചരിക്കണം. ഉദാഹരണത്തിന് മാഹിയ മാഹിയ, ഹ് സൗണ്ട് ലാസ്റ്റ് വരും അല്ലേ? ഇഖ്തദിഹ്, ലം യതസന്നഹ്, കിതാബിയ, ഹിസാബിയ, സുൽത്താനിയ. കണ്ടോ? ഇങ്ങനെ വേണം ഉച്ചരിക്കാൻ. മനസ്സിലായല്ലോ? പാഠഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോയാലോ? 1. ഹ എത്ര വിധം ഏതെല്ലാം? എത്ര വിധമുണ്ടെന്നാണ് പറഞ്ഞത്? ഹ 3 ഇനം. ഏതൊക്കെയാണ്? 1 ലമീറിൻ്റെ ഹ, 2 തഅനീസിൻ്റെ ഹ, 3 സക്തയുടെ ഹ. 2 ലമീറിൻ്റെ ഹ നീട്ടേണ്ടത് എപ്പോൾ? ചേർത്ത് ഓതുമ്പോൾ. ലമീറിൻ്റെ ഹൻ്റെ മുൻപിലും പിറകിലും ഹർക്കത്ത് ഉണ്ടെങ്കിൽ 2 ഹർക്കത്ത് നീട്ടി ഓതണം. പിറകെയുള്ള അക്ഷരം ഹർക്കത്തുള്ള ഹംസ ആണെങ്കിൽ 7 ഹർക്കത്ത് വരെ നീട്ടാം. 3 സക്തയുടെ ഹൻ്റെ പ്രത്യേകത എന്ത്? സക്തയുടെ ഹ സുക്കൂനുള്ളതാണ്. വഖഫ് ചെയ്യുമ്പോഴും ചേർത്ത് ഓതുമ്പോഴും സുക്കൂൻ കൊണ്ട് തന്നെ ഉച്ചരിക്കണം. അതാണ് പ്രത്യേകത. താഴെ പദങ്ങളിൽ ഹാഇന് നീട്ടേണ്ട പദങ്ങൾ തിരഞ്ഞെടുക്കുക. താഴെ പദങ്ങളിൽ ഹാഇന് നീട്ടേണ്ട പദങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ഹാഇൻ്റെ നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു. മുൻപിലോ പിറകിലോ സുക്കൂനുണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല എന്ന്. ചേർത്ത് ഓതുമ്പോൾ ലമീറിൻ്റെ ഹാഇൻ്റെ മുൻപിലും പിറകിലും ഹർക്കത്തുണ്ടെങ്കിൽ 2 ഹർക്കത്ത് നീട്ടി ഓതണം. ഇനി പിറകെയുള്ള അക്ഷരം ഹർക്കത്തുള്ള ഹംസ ആണെങ്കിൽ 7 ഹർക്കത്ത് വരെ നീട്ടണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുക്കൂനുണ്ടോ എന്ന് മാത്രം നമുക്ക് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യണം. സുക്കൂനുണ്ടെങ്കിൽ നീട്ടാൻ പാടില്ല. അപ്പോൾ ഇതിൽ നോക്കിയേ, ഹാഇൻ്റെ മുൻപിലോ പിറകിലോ സുക്കൂൻ വരുന്നുണ്ടോ? ഇല്ല. പകരം എന്താണ് വന്നിരിക്കുന്നത്? ഹർക്കത്തുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നീട്ടണം. ഇനി ഹാഇൻ്റെ മുൻപിലും പിറകിലും ഇതിലെന്താണ്? ഇതിലും ഹർക്കത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീട്ടണം. ഇവിടെ നോക്കൂ, ഇവിടെ മുൻപിൽ സുക്കൂൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നീട്ടാൻ പാടില്ല. ഇനി നോക്കിയേ, ഇവിടെയും ഹാഇൻ്റെ മുൻപിലും പിറകിലും ഹർക്കത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീട്ടണം. ഇവിടെയും ഹർക്കത്തുണ്ട്. അതുകൊണ്ട് നീട്ടണം. അപ്പോൾ പാഠഭാഗങ്ങളും ചോദ്യോത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ മഅസ്സലാമ.